തിരുവചനം, പരിശുദ്ധ വചനം, പ്രാണൻ തണുപ്പിക്കും തിരുവചനം, ജീവനായി ജ്വലിക്കുന്ന സത്യവചനം, ഹൃദയത്തിൽ ആമോദമേകിടുന്നു. കർത്താവിൻ വചനം, പരിശുദ്ധ വചനം, പ്രാണൻ തണുപ്പിക്കും തിരുവചനം. 10-ാമത്തെ അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ്, അതിനിടയ്ക്ക് 9-ാമത്തെ അധ്യായത്തിൽ തബീഥയെ ഉയർപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതുപോലെ അത് ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നമ്മൾ വരുന്നുണ്ട്. എന്നാൽ 10-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ മറ്റൊരു കാര്യം കൂടെ, അതായത് അതിന്റെ ആ കീ പോയിന്റ്സ് മാത്രമേ പറയുന്നത്. കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കറിയാം, കൊർന്നല്യോസ് ഹി വാസ് നോട്ട് എ ജ്യൂ, അവൻ ഒരു യഹൂദൻ അല്ലായിരുന്നു. ഇതുവരെയും ഇവരുടെ ശുശ്രൂഷകളൊക്കെ നടന്നത് ആരുടെ ഇടയിലാണെന്നറിയാമോ? യഹൂദന്മാരുടെ ഇടയിൽ. അവര് ശമരിയായി പോയാലും എവിടെ പോയാലും, യെരുശലേം എവിടെ പോയാലും, യെരുശലേമിൽ പോയാലും, ശമരിയായി പോയാലും, യഹൂദിയായി പോയാലും, എവിടെ പോയാലും എല്ലാം യഹൂദന്മാരുടെ ഇടയിലാണ് ഇവരുടെ ശുശ്രൂഷയെല്ലാം നടന്നത്. പക്ഷേ ഇവിടെ കൈസരിയയിൽ ഇത്താലിയ എന്ന പട്ടണത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പകൽ നേരം 9-ാം മണി നേരത്തെ ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വന്ന് സ്പഷ്ടമായി കണ്ട് കൊർന്നല്യോസെ എന്ന് പറയുന്നത് കേട്ടു. അവർ അവനെ ഉറ്റുനോക്കി ഭയപരവശരായി. അവൻ അവരെ എന്താകുന്നു കർത്താവ് എന്ന് ചോദിച്ചാൽ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്നു പേരുള്ള ശിമോനെ വരുത്തുക. എന്നിട്ട് നമുക്കറിയാം, അവൻ അവിടെ എഴുതിയിരിക്കുന്നത് അവന്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ 2 പേരെയും അവന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരെയും ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ച് സകലം വിവരിച്ച് യോപ്പയിലേക്ക് അയച്ചു. അപ്പോൾ കൊർന്നല്യോസിനോട് കർത്താവ് ഇടപെട്ടു, പത്രോസിനെ വിളിക്കാൻ പറഞ്ഞു. അതേസമയം ഇവൻ ചെന്ന് വിളിച്ചാൽ ഉടനെ ഒന്നും പത്രോസ് വരുന്ന പാർട്ടിയല്ല, മറ്റൊന്നുമല്ല, യഹൂദന്മാരല്ലാതെ വേറെ ആർക്കും രക്ഷയില്ലെന്നാണ് ഇപ്പോഴും ഇവരുടെ മനസ്സിൽ കിടക്കുന്നത്. അതുകൊണ്ട് പത്രോസിനൊരു ദർശനം കൊടുത്തു. അപ്പൊ കൊർന്നല്യോസിന് ദർശനം കൊടുത്തു, പത്രോസിനും ഒരു ദർശനം കൊടുത്തു. അപ്പോൾ ദൈവസഭയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്കും ചില പാഠങ്ങൾ പഠിക്കാൻ ദൈവത്തിന് പ്രത്യേകമായി ഇടപെടേണ്ടി വരും. അങ്ങനെ ഇടപെട്ട് അവർക്ക് അവന് കൊടുത്ത ദർശനം നമുക്കറിയാമല്ലോ, തുപ്പട്ടി പോലെ, അല്ലെങ്കിൽ ഒരു വലിയ ഷീറ്റിനകത്ത് എല്ലാ മൃഗങ്ങളും വന്നപ്പോൾ അടുത്ത് തിന്നാന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ഇങ്ങനെ ഒന്നും തിന്നിട്ടില്ല, നിനക്കറിയത്തില്ല കർത്താവ്, നീ എന്തോ പണിയായി പറയുന്നത്, എന്റെ പാരമ്പര്യം അതല്ല, ഞാൻ അങ്ങനെ അശുദ്ധമായതൊന്നും പഠിച്ചിട്ടില്ല. ഇവൻ ദൈവത്തെ പഠിപ്പിക്കാൻ നോക്കുക. എന്നെ കർത്താവ് പറഞ്ഞില്ല, ദൈവം വിശുദ്ധമെന്ന് പറഞ്ഞത് നീ അശുദ്ധമെന്ന് മലിനമെന്ന് എണ്ണരുത്. കർത്താവ് വലിയൊരു കാര്യം അവനോട് പറയുകയാണ്. യു സി, ഞാൻ മരിച്ചത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ മരിച്ചത് സകല ജനതയ്ക്കും വേണ്ടിയാണ്. ദൈവം വിശുദ്ധമാക്കിയത്, ദൈവം വിശുദ്ധമെന്ന് പറഞ്ഞതിനെ നീ ഒരിക്കലും അശുദ്ധമെന്ന് പറഞ്ഞ് മലിനമെന്ന് പറഞ്ഞ് കളയരുത്. ഇനി നിന്നെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഇടയിൽ മാത്രമുള്ള സുവിശേഷ വേലയല്ല, വിജാതികളുടെ ഇടയിലേക്കുള്ള സുവിശേഷ വേല. അപ്പോൾ ആദ്യ പുസ്തകത്തിലെ ആദ്യ സഭയുടെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ നമ്മൾ കാണുന്ന അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കാണുന്നത് ഒരു പുതിയ ഫേസിലേക്ക് പ്രവേശിക്കുകയാണ് 10-ാമത്തെ അധ്യായത്തിൽ. എന്താണെന്നറിയാമോ? വിജാതിയരുടെ ഇടയിലേക്ക് സുവിശേഷം പ്രചരിക്കുന്നതാണ്. അങ്ങനെ പത്രോസ് വന്നു. കൊർന്നല്യോസ് 25-ാമത്തെ വാക്യത്തിൽ പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസോ, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്ര എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. അവനോട് സംഭാഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ അവൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നത് യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. അതുകൊണ്ടാ ഞാന് വന്നത്, അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്. ഇനി എന്തിനാ എന്നെ വിളിച്ചെന്ന് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞ് കൊർന്നല്യോസ് അവന്റെ ദർശനം വിവരിക്കുകയാണ്. അവന്റെ ദർശനം വിവരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ 34-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖം വിഷയമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അപ്പൊ എന്റെ ഒരു സംശയം, കൊർന്നല്യോസിനെ പഠിപ്പിക്കാനാ പത്രോസ് പോയത്. പക്ഷേ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസ് പഠിക്കുക. നമ്മൾ ചിലപ്പം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ അവരിൽ നിന്ന് പലതും നമ്മളും പഠിക്കേണ്ടി വരും, ഇല്ലേ? അത് നല്ല കാര്യമാണ്. അപ്പൊ പത്രോസ് പറയാണ്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, യഹൂദന് മാത്രമൊന്നുമല്ല രക്ഷ, എല്ലാവർക്കും ഒരുപോലെ രക്ഷ ദൈവം നൽകിയിരിക്കുന്നു, എല്ലാവരെയും അംഗീകരിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം. പിന്നീട് അവൻ കൃത്യമായിട്ട് യേശു കർത്താവിനെ കുറിച്ച്
പറയുകയാണ്. 39 വാക്യത്തിൽ യഹൂദ്യ ദേശത്തിനും യെരൂശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. അപ്പോൾ യഹൂദന്മാര് വന്നപ്പോഴും പ്രസംഗിച്ചത് എന്താണ്? യേശു കാൽവറി ക്രൂശിൽ മരിച്ചു, ചരിത്രത്തിൽ ജീവിച്ച യേശു, മരിച്ച യേശു, ഉയർത്തെഴുന്നേറ്റ യേശു. വിജാതികളോട് പ്രസംഗിക്കുമ്പോഴും പ്രസംഗത്തിന് വ്യത്യാസമൊന്നുമില്ല. പ്രസംഗിക്കുന്നത് എന്ത് തന്നെയാണ്? ആ യേശുവിനെ കുറിച്ച് തന്നെയാണ് പ്രസംഗിക്കുന്നു. 42-ാമത്തെ വാക്യത്തിൽ ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. നോക്കുക, രക്ഷയുടെ സന്ദേശം വിശ്വാസികളുടെ ഇടയിൽ അല്ലെങ്കിൽ ദൈവത്തെ അറിയാവുന്ന ആളുകളുടെ ഇടയിലും ദൈവത്തെ അറിയാൻ വയ്യാത്ത ആളുകളുടെ ഇടയിലും സന്ദേശത്തിന് വ്യത്യാസമൊന്നുമില്ല. ലോകത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും സുവിശേഷം ഒന്നേ ഉള്ളൂ. ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ, ഇവർ പെട്ടെന്ന് സാക്ഷി പറയാൻ പോലും അവസരം കിട്ടുന്നതിന് മുമ്പ് വിശ്വസിച്ചു കളഞ്ഞു. യഹൂദന്മാരെ എത്ര കഷ്ടപ്പെട്ട ഇവരെല്ലാവരും, യഹൂദന്മാരുടെ കാര്യത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാമോ ഇവരിതൊക്കെ അക്സെപ്റ്റ് ചെയ്തത്. പക്ഷേ ഈ യവനന്മാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രോസിനൊന്ന് സാക്ഷി പറയാൻ അവസരം കൊടുക്കാൻ പോലും. എന്നാൽ കർത്താവിനെ സ്വീകരിക്കുന്നവരെല്ലാം കരങ്ങളെ ഒന്ന് ഉയർത്തിയാട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഇതൊന്നും പറയാൻ പറ്റില്ല. അതിന് മുമ്പേ തന്നെ പരിശുദ്ധാത്മാവ് വന്നു. ഭയങ്കര ഫാസ്റ്റായിട്ട്. കാര്യം ഈ പലപ്പോഴും ഉണ്ടല്ലോ, ഈ ഒത്തിരി അറിവുള്ളവരുടെ അടുത്ത് സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരൊന്ന് അക്സെപ്റ്റ് ചെയ്ത് വരാൻ ഒത്തിരി സമയമെടുക്കും. എന്നാൽ പാവങ്ങളുടെ അടുത്തോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് സ്വീകരിക്കും. അവർ കർത്താവിനെ സ്വീകരിച്ചതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്, അല്ലാതൊന്നുമല്ല. അപ്പോൾ പത്രോസിന്റെ പ്രസംഗത്തിനകത്ത് അവർ ചോദ്യം ചെയ്യാതെ, യഹൂദന്മാരാണെങ്കിൽ 1000 ചോദ്യം ചോദിച്ചിട്ടേ സ്വീകരിക്കത്തുള്ളൂ. പക്ഷേ ഇവരെ ഒരു ചോദ്യം പോലും ചോദിക്കാതെ കർത്താവിനെ സ്വീകരിച്ചു. അങ്ങനെ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. കാര്യം വചന കേൾവിയിൽ തന്നെ അവരെന്ത് ചെയ്തു? അത് സ്വീകരിച്ചു, സമർപ്പിച്ചു. അവർക്കറിയത്തില്ലല്ലോ ഇത് കഴിയുമ്പോൾ കൈ പൊക്കണം, അത് കഴിഞ്ഞിട്ട് എണീറ്റ് നിൽക്കണം, അങ്ങനെ ചില ചടങ്ങുകളൊക്കെ ഉണ്ടെന്നൊന്നും. നമ്മളാണെങ്കിൽ ഇങ്ങനെ അതിന് ചടങ്ങുകളുണ്ടല്ലോ. നമ്മുടെ കൂട്ടത്തിൽ ഈ ക്ലൈമാക്സ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ ആരും ഒരു തീരുമാനം എടുക്കത്തില്ല. ഏറ്റവും ഒടുവിൽ ആണ് പാട്ട് പാടുമ്പം പോലും ഒരു പാട്ടിന് 5 സ്റ്റാൻസ ഉണ്ടെങ്കിൽ 4 സ്റ്റാൻസ പാടുമ്പോഴും നമ്മൾ അനങ്ങത്തില്ല. 5ാമത്തെ സ്റ്റാൻസ വരുമ്പോഴാണ് നമുക്ക് ആത്മാവ് വരുന്നത്, ഇല്ലേ? ഇതൊക്കെ വലിയ പ്രശ്നമാണ്. പ്രസംഗമാണെങ്കിലും കേൾക്കുന്ന എപ്പോഴും കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ തീരുമാനം എടുക്കണം. അല്ലാതെ അവസാനത്തെ 5 മിനിറ്റിൽ ഓൾട്ടർ കോളിന്റെ സമയത്തിന് വേണ്ടി ഒന്നും കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓൾട്ടർ കോൾ ഇല്ലാതെ രക്ഷിക്കപ്പെട്ടവരാണ് കൊർന്നേലിയോസിന്റെ ഭവനത്തിലെ ആൾക്കാർ. കാര്യം അവർക്കറിയത്തില്ല ഇത് കഴിയുമ്പോൾ ഓൾട്ടർ കോൾ ഉണ്ടെന്നൊന്നും അവർക്കറിയത്തില്ല. അതിനു മുമ്പേ തന്നെ അവർ രക്ഷിക്കപ്പെട്ടവരുടെ മേൽ എന്തായി? പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. കാര്യം ഇപ്പോഴും ഇവർക്ക് ഈ വിജാതിയർ രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ പറ്റുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ തന്നെ ചിന്തിച്ചു, പത്രോസ് നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അവര് അപേക്ഷിച്ചു. അപ്പൊ ഇവിടെ ഞാൻ പറയാനുള്ള ഒരു കാര്യം കൂടെ ഞാൻ അതിനോട് ചേർന്ന് പറയാം. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നമ്മുടെയൊക്കെ ചിന്ത എന്നറിയാം, അല്ലെങ്കിൽ നമ്മളെ ചില ടീച്ചിങ് സ്വർഗത്തിൽ ഇങ്ങനെ പത്രോസ് താക്കോലും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ നിശ്ചയിക്കുന്നവരെ മാത്രമാണ് അകത്തേക്ക് കയറ്റുന്നത്, അല്ലാത്തവരെ ഒന്നും കയറ്റത്തില്ല. അതല്ല കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. കർത്താവ് പറഞ്ഞത്, പത്രോസെ, ദൈവരാജ്യത്തിന്റെ തുടക്കം, ഞാൻ സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞാൽ സഭയുടെ തുടക്കം ഈ ഭൂമിയിലാണ്. അത് തുടങ്ങാൻ ഞാൻ നിന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പെന്തക്കോസ്ത് നാളിൽ യഹൂദന്മാരായ ആളുകൾക്ക് ഈ ദൈവരാജ്യത്തിന്റെ പ്രവേശനത്തിന് വേണ്ടി പത്രോസ് വാതിൽ തുറന്നു കൊടുത്തു. അറ്റ് ദ ഡേ ഓഫ് പെന്തിക്കോസ്റ്റ് എന്താ സംഭവിക്കുന്നത്? യഹൂദന്മാർക്ക് ദൈവരാജ്യത്തിന്റെ വാതിൽ പത്രോസ് തുറന്നു കൊടുത്തു. 10-ാം അധ്യായത്തിൽ വിജാതികൾക്ക് വേണ്ടി ദൈവരാജ്യത്തിന്റെ വാതിൽ അവൻ തുറന്നു കൊടുത്തു. ഇത്രയുള്ള അതിന്റെ അർത്ഥം. അല്ലാതെ സ്വർഗത്തിൽ ഇങ്ങനെ പത്രോസ്, നമുക്ക് അങ്ങനെയാണല്ലോ നമ്മളൊരു സങ്കല്പം, പത്രോസ് ഇങ്ങനെ ഒരു സിംഹാസനത്തിലിരിക്കുകയാണ്, വരുന്നവരെല്ലാം ഇവൻ വായിച്ചു നോക്കി കഴിഞ്ഞിട്ട് പത്രോസാണ് നിശ്ചയിക്കുന്നത് ആരെ കയറ്റണം ആരെ കയറ്റണ്ട. അതൊക്കെ വെറും ഭാവനാ സങ്കല്പങ്ങളാണ്. അവിടെങ്ങും പത്രോസ് കസേരയിട്ടിരിക്കുകയൊന്നുമല്ല. അതൊന്നും നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല. ഇതാണ് ഇതിനകത്തെ അർത്ഥം. എന്നിട്ട് 11-ാം അധ്യായത്തിൽ ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് അപ്പോസ്തലന്മാരും യഹൂദന്മാരിലുള്ള സഹോദരന്മാരും കേട്ടിട്ട് പത്രോസ് യെരൂശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു. ഈ പരിച്ഛേദനക്കാര് പത്രോസിനോടും വാദിക്കുകയാണ്.
അതൊന്നും പറ്റത്തില്ല. എന്തു വേണം? പരിച്ഛേദന വേണമെന്ന നിർബന്ധം പറയുന്ന ആളുകൾ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ അവർ പറയുന്ന കാര്യം ഇതാണ്, എടാ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു, അന്നേരം അവൻ പരിച്ഛേദന ഉണ്ടോ എന്നൊന്നും പരിശുദ്ധാത്മാവ് നോക്കിയില്ലല്ലോ. ചിലർ പരിശുദ്ധാത്മാവ് അക്സെപ്റ്റ് ചെയ്താൽ പോലും നമ്മളെ ചില വിശ്വാസികൾ ചിലരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. വലിയ പ്രശ്നമാണ്. കാര്യം നമ്മളുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് കാര്യങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ ചിലപ്പം അക്സെപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനല്ല, നമ്മുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, പരിച്ഛേദനയുടെ അതിനെക്കുറിച്ച് സമയമില്ലാത്തതുകൊണ്ടാണ്. പരിച്ഛേദന എന്ന് പറയുന്നത് പഴയ ഉടമ്പടിയുടെ ചിഹ്നമാണ്. സ്നാനമെന്ന് പറയുന്നത് പുതിയ ഉടമ്പടിയുടെ ചിഹ്നമാണ്. പുതിയ ഉടമ്പടിയിൽ പ്രവേശിച്ചവൻ ഇനി പഴയ ഉടമ്പടിയുടെ ചിഹ്നങ്ങൾ ആചരിക്കേണ്ടതായ കാര്യം ഇല്ല. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമുക്ക് ശബത്ത് ആചരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതെന്ന് ചോദിച്ചാൽ, ശബത്ത് എന്ന് പറയുന്നത് ഒരു മോറൽ ലോ അല്ല, അതൊരു ആചരണമാണ്. ആ ആചരണം ആർക്കുള്ളതാണ്? പഴയ ഉടമ്പടിയുടെ ആളുകൾക്കാണ്. പഴയ ഉടമ്പടിയുടെ ചിഹ്നമാണ് പരിച്ഛേദന. പഴയ ഉടമ്പടിയുടെ ഒരു ചിഹ്നമാണ് ശരിക്കും പറഞ്ഞാൽ ശബത്ത്. ഇതൊക്കെ അപ്പൊ ശബത്ത് ആചരിക്കണമെന്ന് പറയുന്നവർ പരിച്ഛേദനയും ഏറ്റാലേ പറ്റുള്ളൂ. വിശ്വാസികൾ ശബത്ത് ആചരിക്കണമെന്ന് പഠിപ്പിച്ചാൽ പരിച്ഛേദനയും ഏൽക്കേണ്ടി വരും, ഇല്ലേ? ഇതല്ല ഇവിടെ പറയുന്നത്. നമുക്ക് പുതിയ 18-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ പിന്നെയും വരികയാണ്, അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് അന്ത്യോക്യയിലെ അത് സ്തെഫാനോസ് നിമിത്തം ഉപദ്രവം ഉണ്ടായ ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ, അതാണ് അടുത്ത ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അവിടെ യഹൂദന്മാരോടല്ലാതെ വേറെ ആരോടും സംസാരിക്കാതാണ് ഇതുവരെ അവര് സഞ്ചരിച്ചത് എന്ന് നമ്മൾ കാണുന്നു. സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫെനീക്കിയ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ചു. അവിടെ ചെന്നപ്പോൾ യഹൂദരല്ലാത്ത ആരോടും ഇവരോട് സുവിശേഷം പറയാതിരിക്കുകയായിരുന്നു. പക്ഷെ പത്രോസിന്റെ ഈ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവര് മറ്റുള്ളവരുടെയും ഇടയിലേക്ക് സുവിശേഷം പ്രസംഗിക്കുന്നത് നമ്മൾ കാണുകയാണ്. പ്രത്യേകിച്ചും അന്ത്യോക്യയിലേക്ക് അവർ പോവുകയാണ്. അവരിൽ ചിലർ കുപ്രോസ്കാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അപ്പോൾ പത്രോസ് വാതിൽ തുറന്നു കൊടുത്തതോടുകൂടെ സുവിശേഷം അങ്ങ് വ്യാപിക്കുകയാണ്. എവിടേക്ക്? വിജാതീയരായ ആളുകളുടെ ഇടയിലേക്ക് വരികയാണ്. കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. ഇനി അത് കേട്ടപ്പോഴത്തെ അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരൂശലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്തോടുകൂടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ പ്രബോധിച്ചു. ഇനി നമ്മൾ കാണുന്നതെന്നറിയാമോ? ഈ യെരൂശലേമിലെ സഭയുടെ ആ ഒരു സുപ്രീമസി അങ്ങോട്ട് മാറിയിട്ട് അന്ത്യോക്യയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അവിടെ ഒരു സംവത്സരം മുഴുവൻ അവർ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി. അവനെ കണ്ടെത്തിയാളെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ബർന്നബാസ്. അപ്പോൾ ഇപ്പോൾ പൗലോസും ബർന്നബാസും എവിടെ ഉണ്ട്? അന്ത്യോക്യയിലുണ്ട്. അവർ ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേരായി. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ശൗലും ബർന്നബാസും അന്ത്യോക്യയിൽ എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി 12-ാം അധ്യായത്തിൽ നമ്മൾ ആദ്യത്തെ കുറെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, പത്രോസിനെ കാരാഗ്രഹത്തിലാക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ത്യോക്യ സഭയിലേക്ക് പിന്നെയും വരിക. 13ഉം 14ഉം അധ്യായങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യോക്യ സഭയുമായി ബന്ധപ്പെട്ടാണ്. അവിടെ കാണുന്നത് അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസൻ, നീഗർ എന്ന പേരുള്ള ശിമോൻ, കുറേനക്കാരൻ ലൂക്കിയോസ്, ഇടപ്രഭുവായ ഹെരോദാവിനോടുകൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു അവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. വചനം, പരിശുദ്ധ വചനം, പ്രാണൻ തണുപ്പിക്കും തിരുവചനം. കർത്താവിൻ വചനം, പരിശുദ്ധ വചനം, പ്രാണൻ തണുപ്പിക്കും
സത്യവചനം ഹൃദയത്തിലാമോദമേകിടുന്നു. ജീവനായി ജ്വലിക്കുന്ന സത്യവചനം ഹൃദയത്തിലാമോദമേകിടുന്നു. കർത്താവിൻ വചനം പരിശുദ്ധ വചനം പ്രാണൻ തണുപ്പിക്കും തിരുവചനം. പറയാത്ത ദൈവമുണ്ടെനിക്ക്, വിശ്വസ്തനാണവൻ കാരുണ്യവാൻ. ബോഷ്കു പറയാത്ത ദൈവമുണ്ടെനിക്ക്, വിശ്വസ്തനാണവൻ കാരുണ്യവാൻ. വഴിയിലുപേക്ഷിച്ചു പോകുകില്ല നാം, വിശ്വാസത്തോടെ നടന്നിടുകിൽ. വഴിയിലുപേക്ഷിച്ചു പോകുകില്ല നാം, വിശ്വാസത്തോടെ നടന്നിടുകിൽ. പാദങ്ങൾക്കതു ദീപമാണ്, പാതകളിൽ പ്രകാശമാണ്. രക്ഷയും കോട്ടയും ഇരുളിൽ വെളിച്ചവും ആശ്രിതർക്കാലംബ പാറയുമേ. രക്ഷയും കോട്ടയും ഇരുളിൽ വെളിച്ചവും ആശ്രിതർക്കാലംബ പാറയുമേ. മനോഹരമായ കനാൻ ദേശം അബ്രാമിനും തന്റെ സന്തതിക്കും. മനോഹരമായ കനാൻ ദേശം അബ്രാമിനും തന്റെ സന്തതിക്കും. അവകാശമായി ദൈവം നൽകിയെങ്കിൽ ദൈവത്തിൻ വാഗ്ദത്തമെത്ര സത്യം. അവകാശമായി ദൈവം നൽകിയെങ്കിൽ ദൈവത്തിൻ വാഗ്ദത്തമെത്ര സത്യം. പാദങ്ങൾക്കതു ദീപമാണ്, പാതകളിൽ പ്രകാശമാണ്. രക്ഷയിൻ കോട്ടയും ഇരുളിൽ വെളിച്ചവും ആശ്രിതർക്കാലംബ പാറയുമേ. രക്ഷയിൻ കോട്ടയും ഇരുളിൽ വെളിച്ചവും ആശ്രിതർക്കാലംബ പാറയുമേ. കർത്താവിൻ വചനം പരിശുദ്ധ വചനം പ്രാണൻ തണുപ്പിക്കും തിരുവചനം. കർത്താവിൻ വചനം പരിശുദ്ധ വചനം പ്രാണൻ തണുപ്പിക്കും തിരുവചനം. ജീവനായി ജ്വലിക്കുന്ന സത്യവചനം ഹൃദയത്തിലാമോദമേകിടുന്നു. ജീവനായി ജ്വലിക്കുന്ന സത്യവചനം ഹൃദയത്തിലാമോദമേകിടുന്നു. കർത്താവിൻ വചനം പരിശുദ്ധ വചനം പ്രാണൻ തണുപ്പിക്കും തിരുവചനം.